ഇന്ന് ഗോസ്പൽ തുടങ്ങുമ്പോൾ യേശു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വാർണിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരാളോടല്ല, ഒരു സമൂഹത്തോട്, ഒരു തലമുറയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. അതിന് കാര്യം യേശു പറയും. കാരണം ഇവർ അടയാളം അന്വേഷിക്കുക. ഇവരിങ്ങനെ പെരിഫറൽ ലെവലിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഡെപ്തിൽ ഇറങ്ങാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഈ ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന. സ്വർഗത്തിലെ പിതാവ് നിങ്ങളുടെ അപ്പനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് യേശു പ്രാർത്ഥനയുടെ ശക്തി പറഞ്ഞു കൊടുക്കുന്നു, പിതാവ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, പിതാവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേൾക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്നവർക്ക് ഒത്തിരി പേർക്ക് യേശു ഇഷ്ടപ്പെട്ടു. അവർക്ക് യേശു അപ്പീലിംഗ് ആയിരുന്നു, പുതിയ കാര്യങ്ങളാണ്. പക്ഷേ ആ കൂട്ടത്തിനിടയിൽ പോലും മറ്റൊരു കൂട്ടരുണ്ടല്ലോ, യേശുവിനെ എതിർക്കുന്നവർ, യേശുവിനെ വിമർശിക്കുന്നവർ. അവരുടനെ പുതിയൊരു ആരോപണം യേശുവിനെ ഉയർത്തി. ഇവനിത് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെൽസബൂലിനെ കൊണ്ടാണ്, പിശാചിൻ്റെ തലവനെ കൊണ്ടാണ്. യേശു അതിന് മറുപടി കൊടുത്തു. പക്ഷേ ഒരു കൂട്ടർ അപ്പോഴും യേശുവിനെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു. അതിന് തെളിവാണ് ഒരമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരേ സമയത്ത് അക്സെപ്റ്റൻസും ഒരേ സമയത്ത് റിജക്ഷനും കിട്ടിക്കൊണ്ടിരുന്നിടത്ത് യേശു അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്: ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. കാര്യം ഇവർക്ക് യേശുവിനെ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ പെരിഫറൽ ലെവലിൽ നിന്ന് ആരോപണങ്ങൾ നടത്തിയും കുറ്റം വിധിച്ചും അതിനപ്പുറത്തേക്ക് ഒരു പശ്ചാത്താപമില്ലാതെയൊക്കെ പോകുന്നൊരു തലമുറയാണ്. അതുകൊണ്ട് ഇവരൊരു ദിവസം കുറ്റം വിധിക്കപ്പെടും. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യം, ഈ തലമുറയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ, നമ്മൾ പലപ്പോഴും ഈ അടയാളം അന്വേഷിച്ച് പോകുന്നവരല്ലേ. നമ്മളെന്തിനാണ് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത്? നമുക്ക് പോകാൻ എന്താണ് കാരണം? ചില മനുഷ്യരൊക്കെ പറയാറില്ലേ, ഒരു കാരണവുമില്ലാതെ എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. ഈ ഒരു കാരണവുമില്ലാതെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നുണ്ടോ? കുറേ സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മാറണേ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന മനുഷ്യരെക്കാളും നല്ലത് ഇതൊക്കെ മാറിയില്ലെങ്കിലും സാരമില്ല കർത്താവെ, നിന്നെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കുട്ടികൾക്കുള്ളതാണ്, അത് തുടക്കക്കാർക്കുള്ളതാണ്. കുറച്ചും കൂടി വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് എത്തപ്പെടേണ്ട നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ആ കുട്ടികളുടെ തലത്തിൽ തന്നെ നിന്നാൽ എങ്ങനെ ശരിയാകും? ക്രിസ്തു ഇപ്പോഴും അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും എതിരാണ്. നമ്മൾ സുവിശേഷം കുറച്ചും കൂടി കൃത്യമായി ധ്യാനിച്ചാൽ മനസ്സിലാകും, ഈ തുടക്കത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളൊന്നും പിന്നീട് ചെയ്തില്ല. ഒരു ഗൗരവകരമായ പീഡാസഹനത്തിൻ്റെ കാലഘട്ടമൊക്കെ എത്തിയ സമയത്ത് യേശു പിന്നീട് അത്ഭുതങ്ങൾക്കൊക്കെ എതിരായിരുന്നു. അവൻ ആർക്കും അത്ഭുതം ചെയ്ത് കൊടുത്തിട്ടുമില്ല, ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഗൗരവകരമായ ഒരു ജീവിതത്തിനിടയിൽ യേശു അത്ഭുതങ്ങൾക്കൊക്കെ എതിരായി തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന വഴി മാത്രമാണ്, അത് ക്രിസ്തുവായി മാറില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ്. അവൻ്റെ അടയാളങ്ങൾ കുരുങ്ങിപ്പോകാതിരിക്കാനുള്ള ശ്രദ്ധയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കൂരിരുൾ മാത്രം താണടിഞ്ഞു വീണുപോയ കുഞ്ഞു താരകം ഓടിയെത്തി എൻ്റെ ചാരെ സ്വർഗീയ